ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ റംസാൻ 15-ൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എനിക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും 50 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പത്തിരി, അതിനുള്ള ചിക്കൻ കറി, പിന്നെ സമൂസയാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അതിന് ഞാനതാ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറിയതാണ്. ഉച്ചയുടെ മുന്നേ പത്തിരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആദ്യം കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിക്കൻ കഴുകുക. അങ്ങനെ ചിക്കനൊക്കെ കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ വീഡിയോ എടുക്കാൻ ആരുമില്ല. പിന്നെ ഞാനും ഒക്കെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണം കേട്ടോ വീഡിയോ എടുക്കാൻ. അങ്ങനെ ഇതാ മിക്സി മേടിച്ചുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമായിട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അതിൽ കട്ട് ചെയ്തെടുക്കാമല്ലോ. പിന്നെ മോനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരിക. അവനാണിച്ച എക്സാം ആയതുകൊണ്ട് ട്യൂഷന് പോകാനുള്ള സൗകര്യത്തിന് അമ്മായിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നിട്ടാണ് കേട്ടോ ക്ലാസ്സിൽ പോണത്. പിന്നെ മോൾക്ക് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എഴുതാനിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ കണ്ടോ നന്നായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. സമയം നോക്കിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കണത്. ഇതിപ്പോൾ 4 മണിയാകുമ്പോഴേക്കും നമുക്ക് ഫുഡെല്ലാം ആയി അത് പാക്ക് ചെയ്ത് കൊടുത്ത് വിടണം. കുറച്ച് ദൂരേക്കുള്ള ഓർഡറാണ് കേട്ടോ ഇത്. അങ്ങനെ ചിക്കനിലൊക്കെ മസാല കൂട്ടി ഞാനിതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകുമ്പോഴേക്കും കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കണം കേട്ടോ. നമുക്കിന്ന് ഓർഡർ ഉള്ളത് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചിരകണത്. ഇരിക്കുകയാണ് കേട്ടോ തേങ്ങ മൊത്തം ചിരകി തന്നിട്ടുള്ളത്. അങ്ങനെ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് പൊട്ടറ്റോ വേണം കേട്ടോ. അങ്ങനെ ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ പകുതി വേവായപ്പോൾ അങ്ങനെ കറിനൊക്കെ ഒന്ന് മൂടിക്കൊടുത്തു. ഇനി അതിൽ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ സമൂസയ്ക്കുള്ള ഗ്രീൻ പീസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ട് ഇതിലേക്കുള്ള വെജിറ്റബിളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പൊട്ടറ്റോയും ക്യാരറ്റും സവാളയും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ സമൂസയ്ക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഇതാ നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങ അരച്ചതൊക്കെ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കറിയൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ഇതാ കറിനെ ഒന്ന് താളിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. അങ്ങനെ അതവിടെ മൂടി വെച്ചു. പിന്നെ അത് ആ സമൂസയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. സമൂസൻ്റെ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതല്ലാതെ എനിക്ക് വേറെ ഓർഡറുകൾ കൂടെ ഉണ്ട് കേട്ടോ. സമൂസ ഫില്ല് ചെയ്യാൻ പിന്നെ മോളും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാളും കൂടെ അതിനേക്ക് ഒന്ന് വേഗം ഫില്ല് ചെയ്തെടുത്തു. പിന്നെ ഒക്കെയാണ് കേട്ടോ സമൂസയൊക്കെ പൊരിച്ചെടുക്കണത്. കുറച്ചൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒക്കെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പോയി കേട്ടോ. പത്തിരിയും കറിയും സമൂസയൊക്കെ പാക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്കുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എണ്ണ എടുത്ത് വെക്കുകയൊക്കെ വേണം കേട്ടോ. പത്തിരി പിന്നെ എല്ലാം ഉച്ചയുടെ മുന്നേ ഞാനൊക്കെയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം അതാ റെഡിയായി പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഓർഡറിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം ബാക്കിയുള്ള സമൂസയും കൂടി ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ അത്താഴത്തിനുള്ള ചോറൊക്കെ ഒന്ന് വെക്കാൻ കേട്ടോ. പിന്നെ ഇതാ ചീര താളിക്കാമെന്ന് വെച്ചിട്ട് ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടോ. പിന്നെ മോള് വേഗം ജ്യൂസൊക്കെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ ഒന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഷേക്കും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നോമ്പൊക്കെ തുറക്കുകയാണ്. വരുമ്പോൾ പിന്നെ പൊറാട്ടി ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ കറി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.